കലാരംഗത്ത് ജീവിതം അന്വേഷിച്ച സരസ്വതിക്ക് തന്റെ കലാപ്രവർത്തനം കൊണ്ട് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കാനായില്ല. പാടിയും കഥ പറഞ്ഞും കിട്ടിയ പണം അത്രയും പല വഴിയിലൂടെയും ഒഴുകിപ്പോവുകയായിരുന്നു. ഇന്ന് മിച്ചം പറയാനുള്ളത് കലാകാരി എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ പതിപ്പിച്ചു വച്ച ഒരു പേര് മാത്രമാണ്. ഒന്നും സമ്പാദിച്ചില്ല. കാരണം അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ വലിയ ധാരാളിയായിരുന്നു. പുള്ളി പൈസ കിട്ടിയിരുന്നാൽ അത് സമ്പാദിക്കണമെന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം കൂട്ടുകാരും കൂടി നടന്ന് ഇങ്ങനെ വെള്ളവടി അതായിരുന്നു, കിട്ടിയ പൈസ മുഴുക്കി അങ്ങനെ തീർക്കുമായിരുന്നു. ലാസ്റ്റിൽ എൻ്റെ അച്ഛന് പിന്നെ കാല് യാദർച്ഛികമായിട്ടൊന്ന് മുറിഞ്ഞു. ആ കാല് പഴുത്ത് ഒരു കാല് ഒരു 5 പ്രാവശ്യമായിട്ട് മുറിക്കേണ്ടതായിട്ട് വന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു. അവസാനം അങ്ങനെ ആയിരുന്നു അച്ഛൻ്റെ അന്ത്യം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരുപാട് പൈസയും ചിലവായി. അങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ നമുക്ക് വന്നുകൂടി. സംഗീതജ്ഞയും കഥാപ്രാസംഗികയും മാത്രമല്ല, അഭിനേത്രിയായും കലാരംഗത്ത് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പട്ടം സരസ്വതി. ഒത്തിരി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായില്ലെങ്കിലും സിനിമയിലും നാടകത്തിലും ഇവർ അണിഞ്ഞ വേഷങ്ങൾ പ്രേക്ഷകർ ഓർത്തുവയ്ക്കുന്നവ തന്നെയാണ്. കേരളത്തിലെ പല സ്കൂളുകളിലായി സംഗീത അധ്യാപികയുടെ ഔദ്യോഗിക കുപ്പായം അണിഞ്ഞിട്ടുള്ള ഈ പാട്ടുകാരി ഒരു വലിയ ശിഷ്യ സമ്പത്തിന്റെ ഉടമ കൂടിയാണ്. ഞാൻ ഒരു സിനിമയിലൊന്ന് മുഖം കാണിച്ചിട്ടുണ്ട്, അതേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ജഗതി എൻ കെ ആചാര്യയുടെ പൊടിക്കൈ എന്ന് പറയുന്ന ഒരു നാടകം നമ്മുടെ പഴവങ്ങാടി പുത്തിരിക്കണ്ടം മൈതാനത്ത് എക്സിബിഷൻ നടക്കുമ്പം, അന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അക്കാഡമി പഠിക്കുന്ന സമയത്താണ്, ഒരു നാടകത്തിലൊന്ന് അഭിനയിച്ചു. പിന്നെ മാമാ വരേർക്കർ എഴുതിയ ഭൂമികന്യാസീത നാടകം, അത് സംസ്കൃതമായിരുന്നു. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വഞ്ചിയൂർ മാധവൻ നായർ, വഞ്ചിയൂർ രാധ, വീരരാഘവൻ നായർ ഇവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചു. പിന്നെ ഈ പറഞ്ഞതുപോലെ സുബ്രഹ്മണ്യം, മെരിലാൻഡ് സ്റ്റുഡിയോയിലെ സുബ്രഹ്മണ്യം അണ്ണൻ്റെ കൂടെ, അതായത് ആന വളർത്തിയ വാനം പാടി, തമിഴല്ല മലയാളം. അന്ന് പ്രേം നസീർ, മിസ് കുമാരി ഇവരൊക്കെ അതിൽ അഭിനയിച്ചത്. അതിലൊരു കല്യാണപ്പെണ്ണിൻ്റെ ഒരു ചെറിയ വേഷം എനിക്ക് കിട്ടി. അതിലും ഒന്ന് മുഖം കാണിച്ചിട്ടുണ്ട്. എല്ലാ അവസരങ്ങളും ചെറിയ 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 ഭാഗ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആകാശവാണിയിൽ എനിക്ക് അവസരം കിട്ടിയത് കഥാപ്രസംഗത്തിന് കിട്ടി. ആകാശവാണിയിൽ ഒരു 4 കഥ ഞാൻ ആകാശവാണി പറഞ്ഞിട്ടുണ്ട്. യയാതി പറഞ്ഞിട്ടുണ്ട്, കർണൻ പറഞ്ഞിട്ടുണ്ട്, ഭൂമികന്യാസീത അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3-4 കഥ പറയാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് 65-ലാണ് സ്കൂളിൽ ജോലി കിട്ടുന്നത്. ആദ്യം കിട്ടിയത് ചടയമംഗലം. അവിടെ 1 വർഷമേ ഞാനിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പന്മനമനയിൽ കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ സ്കൂളുണ്ട്, അവിടെ 1 വർഷം ഇരുന്നു. അത് കഴിഞ്ഞ് ഹരിപ്പാടിന് വടക്ക് ആയാപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഹൈസ്കൂളും UP സ്കൂളും LP സ്കൂളും എല്ലാം കൂടാണ്. അവിടെ കിട്ടി. അത് കഴിഞ്ഞ് ഹരിപ്പാട് UPS, ലാസ്റ്റിൽ ഏറ്റവും അവസാനം വന്നത് ഹരിപ്പാട് GHS ഗേൾസിൽ. ഞാൻ അവിടെ ഇരുന്നാണ് പെൻഷനാകുന്നത്. 1996 പെൻഷനായി.